അപ്പൊ ഗായ്സ് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ലോഗിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ നമ്മളിന്ന് നിൽക്കുന്നത് 974 സ്റ്റേഡിയത്തിൽ ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിന്റെയും ഓരോ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡ് എക്സ്പോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് സ്റ്റേഡിയം ആണ്. അല്ല, സ്റ്റേഡിയത്തിന് മറ്റേ പറഞ്ഞു 2022 വേൾഡ് കപ്പില് എന്താ പറയാ കണ്ടെയ്നർ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത്. അപ്പൊ നമ്മളെ കേരളത്തിലുള്ള മീഡിയ ചാനൽസ് ഒക്കെ ഒരു കാലത്ത് പൊങ്കാലിട്ട ഒരു സ്റ്റേഡിയമാണ് ഇത്. അത് എന്താന്ന് വെച്ചാല് കളി കഴിഞ്ഞിട്ടും പൊളിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയത് നമ്മളെ കേരളത്തിലെ മീഡിയാസ് അല്ലേ. 4 കൊല്ലമായിട്ടും ഇത് അവിടെ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് ഓരോ കാര്യാക്കണ കാഴ്ച. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് 2026 ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിലേക്ക് സ്വാഗതം. ദിൽബറൊക്കെ റെയിൻകോട്ട് ഇട്ട് വന്നിട്ടുള്ള എന്താ വെച്ചാല് 14 ഡിഗ്രിയിലല്ല കാര്യം. ഇന്നിപ്പോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിലേക്കാണ്. ഏകദേശം 200 രാജ്യം ഉണ്ട്. നാലാമത്തെ കാണുന്ന ഒരു മിനിറ്റ്, നാലാമത്തെ കാണുന്ന എന്താ പറയാ, ഗോസിപ്പ് കമ്പനി. അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഗോസിപ്പ് കേൾക്കാം. ഓരോ രാജ്യത്തിന്റെയും ഗോസിപ്പ് ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ. ഏതാനും നിമിഷങ്ങൾക്കകം 974 ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ അപ്പോ ഫയർ വർക്ക് വരും. ഇതെന്താണ് ഇങ്ങനെ പൊട്ടുന്നത് അറിയോ? അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഏതല്ലേ സാധനം? നമ്മളുടെ വെടിക്കെട്ട് പൂരം അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ രാജ്യത്തിന്റെയും ഓരോ രാജ്യത്തിന്റെയും വിഭവ സമ്പ്രദായ വിപുലം ഓരോ രാജ്യത്തിന്റെയും ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കമോൺ. ബഹുമാനപ്പെട്ട ഷിബു അഹമ്മദ് ടീംസ് എത്തിയിരിക്കുന്നു ഗൈസ്. വെടിക്കെട്ടൊന്നും കാണാണ്ട് എവിടൊക്കെ തെണ്ടി തിരിഞ്ഞ് റോഡൊക്കെ തെറ്റി എവിടുന്നൊക്കെ വരികയാണ്. ഏത് കോളനിയാ ഖത്തറിലുള്ളത്? കണ്ട് എവിടെ പാർക്ക് ചെയ്ത് കിട്ടി? 0.5 കണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തോ? കുറച്ച് ബാക്കില് 4 കിലോമീറ്റർ 5 ഞങ്ങളെ വണ്ടിന്റെ നേരെ ബാക്കിലല്ലേ നിങ്ങൾ? പിന്നെ നിങ്ങൾ വണ്ടി ബാക്ക്, നിങ്ങൾ ഞങ്ങളെ ബാക്കില്. ഞങ്ങളെ ബാക്കിൽ പറഞ്ഞാല് അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളെ പ്രൊഡക്റ്റ്? നിങ്ങൾ ഏത് രാജ്യത്തിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മുഹമ്മദ് അമീർ. മലപ്പുറം. ഞാൻ മലപ്പുറം പൊന്നാനി. അപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റ് എന്താ? നമ്മള് പ്രീമിയം വാട്ടേഴ്സ് ആണ് സെല് ചെയ്യണത്.
നമ്മളതിൽ ഇറ്റാലിയൻ വാട്ടേഴ്സ് ഉണ്ട്, സൗദി വാട്ടേഴ്സ് ഉണ്ട്. ഇത് വാട്ടർ ഫ്രം എയർ, അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ഉണ്ടാകും. ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ അതെ അതെ ആടെ നീ കുടിക്ക്, ട്രൈ ചെയ്ത് ടേസ്റ്റ് പറ ഇനി പേ ചെയ്തു. അപ്പൊ ഗായ്സ് ഇതെന്താന്ന് വെച്ചാല് എയർന്നുണ്ടാക്കിയ വെള്ളം കേട്ടോ. വേസ്റ്റ് വാട്ടർ വരുമല്ലോ. എടാ കുറച്ച് കുടി 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 കുടി. അടിപൊളി സാധനമാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം കുടിക്കാൻ പറ്റും. അല്ല, ഈ നോർമല് നമ്മളെ വെള്ളത്തിന്റെയും ഇതിന് ഡിഫറൻസ് എന്താ? എന്താ വെച്ചാ നമ്മുടെ നാട്ടിലൊക്കെ മഴവെള്ള സംഭരണി ഇല്ലേ, ആ സെയിം സാധനം. അതായത് ഡയറക്റ്റ് മഴവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. യെസ്, ദിസ് വാട്ടർ നോ നോർമൽ, ഇറ്റ്സ് സൗദിയൻ പ്രീമിയം വാട്ടർ. സൗദി പ്രീമിയം വാട്ടർ. അല്ല, അപ്പൊ ഇത് നിങ്ങള് എങ്ങനെ കളക്ട് ചെയ്യില്ലേ എയർന്ന് വാട്ടർ? അടുത്ത് ഈ മെഷീൻ വഴി, ഈ മെഷീൻ എന്ത് ചെയ്യും, ഹ്യൂമിഡിറ്റി കളക്ട് ചെയ്യും. എന്നിട്ട് മിനറൽസ് അതേപോലെ ഫിൽറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ട് പ്യൂരിറ്റി കൊടുക്കണേ നമുക്ക് കിട്ടും. നമ്മള് നോർമൽ 2 റിയാലാണ്. നിങ്ങളിപ്പോ പോകുമ്പോ 2 റിയാൽ പേ ചെയ്ത് പോകണം. എന്തുട്ടാ? ഏയ് ഞാൻ ചുമ്മാ കാര്യക്ക് പൈസ കൊടുക്കുന്ന അപ്പൊ കൊടുക്കും. അതായത് നമ്മളെ ഇറ്റലി ഉണ്ട്, സൗദി ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ പിന്നെ മോക്ടെയിൽസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ സൗദിന്ന് കളക്ട് ചെയ്ത വാട്ടർ? സൗദിയിലാണ്, ഇത് ഇറ്റലി വാട്ടർ. ഇത് ഇറ്റലിന്ന് കളക്ട് ചെയ്ത വാട്ടർ. അപ്പൊ ഇറ്റലിത്തെ എയർന്ന് കളക്ട് ചെയ്തിട്ടുള്ള വാട്ടർ ആണിത്. ഇത് 5 റിയാൽ മെഷീൻ വാട്ടർ. അതായത് വാട്ടർ എടുക്കും, നമ്മളെ ബ്രാൻഡിങ്ങിൽ കൊടുക്കും. അതായത് ഇത് വെച്ചാൽ വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം. ഇത് കുറച്ച് ഒരു സോഡ ആൻഡ് മിനറൽ ടച്ച് ആയിരിക്കും. അതെ, സ്പാർക്ലിംഗ് ടച്ചിങ്സ് ആയില്ല, അത് വേറെ. ഇത് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതെന്താ ഈ കളർ എന്താ? ഇതെന്താ മോക്ടെയിൽസ് ആണ്. മോക്ടെയിൽസ്, ബ്ലൂ ലെമണേഡ്, വാട്ടർ മെലോൺ, ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഈ സെയിം വെള്ളത്തിൽ തന്നെ നമ്മള് പൾപ്പ് ഉണ്ട്, അതിലിങ്ങനെ ജസ്റ്റ് ഒരു മൊയ്റ്റോ പോലെ. അപ്പൊ ഇവരെ ബ്രാൻഡിന്റെ പേര് ഗുഡ് പീപ്പിൾ എന്നാണ്. എയർന്ന് വാട്ടർ കളക്ട് ചെയ്യുന്ന ടീംസ് ആണ് ഇവര്. അപ്പൊ ഖത്തറിലല്ലേ നിങ്ങള്? വേറെ എവിടെയൊക്കെ ഉള്ളത്? അല്ലടാ, ഇത് നമ്മള് ഖത്തർ ബേസ്ഡാ. അപ്പൊ ഖത്തറിൽ ആർക്കെങ്കിലും എയർത്തെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗുഡ് പീപ്പിളിനെ കണക്ട് ചെയ്യാം. അപ്പൊ അവരുടെ അടുത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്, മോക്ടെയിൽസ് ഉണ്ട്, അതേമാതിരി ഇറ്റലിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഖത്തറിന് കളക്ട് ചെയ്ത വാട്ടർ ഉണ്ട്. നമ്മളെ മെഷീൻ നോർമലി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കപ്പോ, അതായത് ഇപ്പം വെള്ളം ഇറങ്ങി അടിച്ചാൽ ഇത് സ്റ്റിൽ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇതിപ്പോ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. മെഷീന് സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, വാട്ടർ മാത്രം. ഇല്ല, വാട്ടർ മാത്രം. മെഷീൻ സപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഒരു ബിസിനസ്. നോർമലി നമ്മള് വാട്ടറും ഇതും തമ്മിൽ എന്താ ഡിഫറൻസ്? എന്തായിരുന്നു അത് കുടിച്ചപ്പോ എനിക്ക് എന്താ മനസ്സിലായി, ഇത് കുടിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും ഫീൽ കിട്ടിയ, ഒരു പ്രീമിയം ഫീൽ കിട്ടിയ, ഒരു മിനറൽസിന്റെ ഒരു ഫീൽ കിട്ടിയ. അതന്നെ നമ്മളെ ഉദ്ദേശം. അപ്പൊ ഒരു വെറൈറ്റി പച്ചവെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഗുഡ് പീപ്പിളിനെ കണക്ട് ചെയ്യാ. ഇവര് ഖത്തറില് കുറെ സ്ഥലത്തുണ്ടല്ലേ? കുറെ സ്ഥലത്തൊന്നുമില്ല, ഞങ്ങളിപ്പോ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അതായത് ഞാൻ ശരിക്കും പേപ്പർ കട്ടിന്റെ സ്റ്റാഫാ. ഞങ്ങൾ അതായത് ഗുഡ് പീപ്പിൾ ഞങ്ങളെ അക്കൗണ്ട്സ് ടീം ഒരുമിച്ച് വർക്ക് ചെയ്യണത്. അപ്പൊ അതില് ഗുഡ് പീപ്പിളിന്റെ ഒരു അക്കൗണ്ടിന് നാട്ടിൽ പോയി എമർജൻസി ആയിട്ട്. അപ്പം അങ്ങനെ ഇവിടെ വരേണ്ടി വന്നതാ. അപ്പൊ നാട്ടിലത്തെ ചങ്ങായി ഈ വ്ലോഗ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കാണാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ചെക്കൻ ഇവിടെ ഇവര് പകരം ഓനേക്കാരം. അതെ, അവൻക്ക് ഈ ചാൻസ് മിസ്സായി. നിങ്ങളെ യൂട്യൂബ് ചാനലാണ്? ഞങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേര് ബീമാനം ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടോ? അപ്പൊ അപ്പൊ ഇപ്പൊ ചെയ്യാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മള് മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ആയോ? അങ്ങനെ അപ്പൊ ശരി, കാണാം. അപ്പൊ എയർത്ത് പച്ചവെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഗുഡ് പീപ്പിളിനെ കണക്ട് ചെയ്യാം. ഗുഡ് പീപ്പിൾ ഫോർ ഓൺലി ഗുഡ് പീപ്പിൾ. അതെ. അപ്പൊ ഇത്രയും നന്ദി. ഇത്രയും നല്ല ഇൻഫർമേഷൻ ഞങ്ങൾ തന്നതിന് നന്ദി.
താങ്ക് യു. ഓക്കെ, വീണ്ടും വരിക. അപ്പൊ അമ്മയിനെന്തോ വരാണ്ട് കേട്ടോ. ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഖത്തറില്. ഞങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യും. ഒരു ഫുഡ് കഴിച്ചതിന്റെ അയ്യോ പൈസ ഇല്ലാലോ, അതെ ഇൻഹരിയർത്ത് വാരിക്കാവോ. അവസാനം വാക്കുകൾ പറയലാണെങ്കിൽ നമ്മൾ എന്താക്കും പേ ചെയ്യും. ഇപ്പൊ അതല്ല പാത്രം കഴിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താക്കും പാത്രം കഴിക്കിട്ട് പോകും. പാത്രം കഴിക്കാൻ ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റിന് കൊണ്ടുവന്നിട്ട് അത് ആർക്കും ശീലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാണാം. അപ്പൊ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഫുഡ് കിട്ടാൻ ഒരു 30 to 40 minutes ടൈം എടുക്കും. അപ്പൊ അതിനുശേഷം ബുക്കിംഗ് എടുക്കുള്ളൂ എന്നാണ് ഈ മേഡം പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ചു വരാം. കല്യാണ വർക്കുകൾ കുമ്പിട്ടെടുക്കുന്നു. ഞാൻ സൈഡിലേക്ക് പോവാം. എസ്തെറ്റിക് നിംഷാദ്. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് ബോബ ടീ തബീബോവയിലാണ് ഗൈസ് നിൽക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വ്ലോഗ് നോ പ്രോബ്ലം. നേപ്പാൾ के लिए അപ്പൊ ഇത് നമ്മളിപ്പോ നിക്കുന്നത് എവിടെ വെച്ചാല് എന്താന്നല്ല ഞാൻ പറയട്ടെ. അപ്പൊ നമ്മളിന്ന് എവിടെ നിക്കുന്നത് വെച്ചാല് ഞാൻ മുണ്ടാണ്ട് നിക്കോ, ഞാനതൊന്ന് നിക്കട്ടെ. അപ്പൊ നേപ്പാളി താബിബോബ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്, താബിബോബ അതിനാണ് താബിബോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നേപ്പാളിന്റെ ഒരു എന്തോ ഒരു വെറുതെ ഒന്ന് വിളിച്ചു പറയാൻ നിൽക്കല്ലേ. ബോബർട്ടി എന്ന് പറഞ്ഞ വേറെ കൺട്രിനെ അവര് സ്റ്റാൾ ഒരു ചെയ്യുന്നു. വെറുതെ കാണാം മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെലച്ചൂടല്ലേ. അതിനെ പറ്റി നമ്മൾ പഠിക്കണം 2 മിനിറ്റ്. അറിയില്ല, ഞാൻ പഠിച്ചില്ലല്ലോ. എന്തിനാ ഇളിയണെന്തിനാണ് ഇളിയണെന്തിനാണ് കാരണം ഞങ്ങളൊരു വ്ളോഗ് എടുത്ത ഇത്രയും കസ്റ്റമർ ഇവിടെ കൂടി എന്താന്ന് കൂടി ആർക്കും അറിയില്ല. പക്ഷെ ആൾക്കാരോട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഷെയർ നമുക്ക് മേടിക്കണം എന്തായാലും പോകുമ്പോഴത്തേക്കും. ഐസ്ക്രീം കൊണ്ട് ഉണ്ടാക്കിയ ദോശ ചോദിച്ചോക്കെ ഇതെന്തിനാ എന്നോട് ചോദിച്ചാ പോലെ എനിക്കാൻ ചോദിച്ചാ പോലെ മൈക്കെന്നാ എപ്പോഴും ഇന്നോട് ഇങ്ങനെ ചോദിച്ചു കുറച്ച് ഫാൻസ് ഉണ്ട് വിചാരിച്ചിട്ട്. ഇതിനെപ്പറ്റി പറഞ്ഞ നിങ്ങൾക്ക് അറബി അറിയില്ല, എനിക്ക് അറബി അറിയില്ല. നമ്മളെ പ്രേക്ഷകർക്ക് മലയാളി സാർ. അപ്പൊ പ്രേക്ഷകരെ ഒരു കൂടുതലുണ്ട്. മൈക്ക് ഓഫ് ആക്കട്ടോ. അപ്പൊ ഇതെന്താ സാധനം എന്നറിയില്ല. അൽസുബറ സ്വീറ്റ്സിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ മൂപ്പര് ഉണ്ടാക്കണ കണ്ടിട്ട് എന്തോ ഹലുവ പോലത്തെ എന്തോ സാധനമാണ്. ഹലുവയും ഒരു കാവ്യാണ്. ചോദിച്ചോക്കല്ലേ വാട്ട് ഈസ് വിച്ച് ഫുഡ്? കൊൽക്കത്ത. കണ്ടു ഹോസ്പിറ്റാലിറ്റി കോർണർ. How much in one box? അതിപ്പോ ഞാൻ നിൽക്കുമ്പോ വലത്ത് സൈഡിലാണ്. How much in one piece? അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് വൈറ്റ് ഹണി. ഇതൊന്ന് മുന്നിൽ മാറുന്നു. അപ്പൊ വൈറ്റ് ഹണി പിന്നെ നട്ട്സ് അങ്ങനത്തെ ശർക്കര ജാഫ്രോണ് അതൊക്കെ ഉണ്ടാക്കിയതാണ്. മറ്റെന്താ വെച്ചാൽ ബ്ലാക്ക് ഹണി ജാഫ്രോണ് പിന്നെ ഏലക്കായി ഇതൊക്കെ ഒരു സാധനമാണ്. ഒരു മധുരമുള്ള സാധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബീമാനം ഫാമിലിക്ക് വേണ്ടിട്ട് ഈ സാധനം സ്പോൺസർ ചെയ്യുന്നത് ഷാബാസ്. ശരി എന്നാ അലിച്ചില് കാട്ടല്ലടാ തരൂ. മതി. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ വെച്ചാൽ നമ്മളെ നാട്ടിലെ പൂവല്ലേ പൂവല്ലേ വലിയ ടേക്കൊന്നുമില്ല. ഈ കൂവപ്പൊടി ഇല്ലേ കൂവപ്പൊടിയിൽ മറ്റേ ഹണി ചേർത്തിട്ട് മിക്സി പരകിയ സാധനം എല്ലാവർക്കും വേണ്ടി. എന്താണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്? ഏറിയാലും കൊടുത്ത് മേടിച്ച വെള്ളമാണത്. കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര കുടിച്ചാൽ മതി. മരിച്ചാൻ കിടക്കുന്ന സമയത്ത് ഈ ചങ്ങായി ഇങ്ങനെയല്ലേ വെള്ളം തരും.
ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പിച്ച് പോകുന്നുണ്ട്. പുതിയ യൂട്യൂബർ ഇറങ്ങിയോ? ഓ വേറെ ഉണ്ടാക്കലോ തുടങ്ങി യൂട്യൂബ് ചാനല്. റീച്ച് കിട്ടിയപ്പോളേ കല്യാണ വർക്കുകൾ. എന്താണ് ഓർഡർ ചെയ്യുന്നത് നിഷ? ഇവിടെ തന്നെ വന്നോ? ഓർഡർ ചെയ്തിട്ടുണ്ട്. അഹമ്മദ് ബാക്കിലുണ്ട്. ദുബായ് ബോംബ് അടിച്ചു. ആ ബോംബ് അടിക്കല ഒരു ബോംബ് കോമഡി. കിട്ടി മോനെ കിട്ടി. അപ്പൊ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ബീലബാൻ മോന സ്പൂണ് വെച്ചാ കച്ചറാക്കല്. അബ്ബാസിന് വേണ്ടിയിട്ട് 2 വാക്ക് ആദ്യം പറഞ്ഞ ഓതണട്ടോ. നീ പിന്നെ പറയാൻ നിൽക്കുക. ആദ്യം എന്താ അങ്ങനെ ടോക്കില്ലല്ലോ, സണ്ടല്ലല്ലോ വെക്കുക. അത്ര അടിപൊളി കൊള്ളാം. സൽമാനെ കുറച്ച് മാറ്റിയൊക്കെ ശിവന് വെക്ക്. അപ്പൊ അടുത്ത ഒരു സാധനം കൂടി നമ്മള് ഓർഡർ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പൊ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എളുപ്പേ എന്താണ്? അഹമ്മദ്. സ്പോൺസർ ചെയ്തിരിക്കുന്ന അഹമ്മദ്. അടുത്ത കാണാം. ഒരു സ്പൂൺ അടിക്കാം. അടിയാ കിട്ടി. ഇതാണ് എടുക്കല്. ഒരു മാന്യത വേണ്ടേ? ഇങ്ങനെ വിറകുമ്പോ 974-ലെ IFF 2026 15th എഡിഷൻ ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരുപാട് ഇന്റർനാഷണൽ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കൺട്രീസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്പെൻസീവ് ആണ് സാധനങ്ങളൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ കുറെ ഫ്രണ്ട്സ് ഒന്നായിട്ടാണ് വന്നത്. ഞങ്ങൾ എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ എന്നാലും മോശമില്ല, കുഴപ്പമില്ല. ഓരോ ഷോപ്പിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് എല്ലാരും കൂടി എടുത്ത് കഴിച്ചിട്ടാണ് നമുക്ക് പറ്റാത്ത 2-3 സാധനം കണ്ടു. ആ ഒരു ഫിഷിന്റെ സാധനം നമുക്ക് ഒരു ടേസ്റ്റ് ആയിട്ട് അതിന്റെ സ്മെല്ലൊന്നും ഭയങ്കര നമുക്ക് സ്മെല്ല് പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് ഇതൊക്കെ അടിപൊളിയായിരുന്നു. SIP കഫേയുടെ അതൊക്കെ. അപ്പൊ നമ്മള് വ്ളോഗില് കുറച്ച് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കഴിച്ചതും. അതേമാതിരി അതായത് നമുക്ക് എടുക്കാൻ ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഖത്തറില്. അറബ്സ് വരുന്ന സമയത്ത് അപ്പൊ നമുക്ക് അവിടേക്കുള്ള ഒരു എൻട്രിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ പലതും കട്ടായിട്ടുണ്ടാവും. എന്നാലും മാക്സിമം നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഈ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അലൗഡ് ആയിട്ട് പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പൊ ആഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇല്ല ദിൽബർ എന്താ പറയാനുള്ളത്? പ്രൈമിലേക്ക് പോയോ? പിന്നെന്ന് വെച്ചാല്
10 ഡിഗ്രി സെൽഷ്യസ് ആയി. തണുപ്പ് ഒരു രക്ഷയില്ല. പക്ഷെ നമ്മള് കോഫി കുടിച്ചപ്പോ സെറ്റായി. കോഫി കുടിച്ചപ്പോ ഒന്ന് ഒരു പവർ പാക്ക് പവറായി. അതിനത്ര 24 റിയാലൊക്കെ കോഫിക്ക്. എന്താ ചെയ്യാ, അത് പൈസയാണ് പ്രശ്നം ഇവിടെ. അതെ. കയ്യിൽ കാശുണ്ടോ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടായിരുന്നു QIFF 2026. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അടുത്ത് ഇതേമാതിരി കുറെ എക്സ്പോസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സഹായിച്ചാലേ ഞങ്ങൾക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂസ് കൂടണം, എന്നാലേ യൂട്യൂബ് നമുക്ക് പൈസ തരുള്ളൂ. പൈസ തന്നാലേ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടിയാണ്, പ്രേക്ഷകർക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും ഖത്തറിൽ ഇതുവരെ ആരും കാണിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോർട്സ് ആണ് അതൊക്കെ. പിന്നെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു നൈറ്റ് ആയിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോയുമായി വിമാനം ഫാമിലി നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോ പ്ലീസ് എല്ലാരും സപ്പോർട്ട് സബ്സ്ക്രൈബ്, ചെയ്യാം, ഷെയർ, ബെൽ ബട്ടൺ എല്ലാം വെക്കുക. അപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നാലേ നമ്മള് അടുത്ത വീഡിയോ സൈൻ ഔട്ട്.